പ്രൈസ് അല്ലോ, ഹല്ലേലൂയ. വളരെ ചിന്തനീയമായ ശ്രദ്ധേയമായ പദങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ചർച്ചിൽ പ്രസംഗിക്കാൻ കൊള്ളാമോ? പലരും ഇതൊക്കെ ചിന്തിക്കാറുണ്ട്. പഴയ നിയമ കാലഘട്ടങ്ങൾ പഠിക്കുമ്പോൾ ഈ എൻ്റയർ ബൈബിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യുദ്ധമാണ്. പ്രൈസ് അല്ലോ, ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് ഓരോ യുദ്ധങ്ങളും, രാജ്യം പിടിച്ചടക്കേണ്ടുന്നതിന് ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് പോലെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാനുള്ള ഓരോ യുദ്ധങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. പ്രവാചകന്മാർ ഇല്ലെങ്കിൽ ദൈവം അനോയിന്റിങ് ചെയ്ത അഭിഷക്തന്മാരെ കർത്താവ് നേതൃത്വത്തിൽ കൊണ്ടുവന്ന് യുദ്ധം ജയിപ്പിച്ച് അവരുടെ രാജ്യത്തെ പൊക്കിക്കൊണ്ടുവരുന്നത്, ഉയർത്തിയെടുത്തോണ്ട് വരുന്നതാണ് ഈ പഴയ നിയമത്തിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസിലോ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടുന്നത് മനുഷ്യരോടല്ല, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടുന്നത് ആ പിശാചിനോടാണ്. പ്രൈസിലോ. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടുന്നത് മനുഷ്യരോടല്ല, അയൽപക്കക്കാരോടല്ല, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടുന്നത് ഇരളിന്റെ വ്യാപാരത്തോടാണ്. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടുന്നത് സാധാ മനുഷ്യരോടല്ല, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടുന്നത് വാഴ്ചകളോടാണ്. ഇന്ന് പകൽ യുദ്ധം ചെയ്യുവാനാണ് ദൈവാത്മാവ് നമ്മളെ വിളിച്ചു വരുത്തിയത്. സാധാരണ വ്യക്തികളായിട്ടല്ല, ചില വാഴ്ചകളോട്, ചില അധികാരങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വലിയൊരു കൃപ നൽകി തരുകയാണ്.